നമസ്കാരം. കുട്ടിക്കാലം മുതലേ പറക്കാൻ കൊതിച്ച് ആ സ്വപ്നങ്ങൾ നേടിയെടുത്ത് ഉയരങ്ങൾ കീഴടക്കിയ ധീര വനിത കൽപ്പന ചൗള. ആ ധീര വനിതയെ ഓർത്തുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ അതിഥികൾ, ഇവരെ കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ പറയാനുണ്ട്. അതായത് മിമിക്രി എന്ന മഹത്തായ കലാരൂപത്തിലൂടെ, സ്റ്റേജ് പെർഫോമൻസിലൂടെ, ടെലിവിഷൻ ഷോയിലൂടെ, സിനിമകളിലൂടെ നമ്മളെല്ലാം വിസ്മയിപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഇടം നേടിയ രണ്ട് കലാപ്രതിഭകളാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥികൾ. സോ ലെറ്റ്സ് വെൽക്കം കെ.എസ്. പ്രസാദ് ആൻഡ് തെസ്നിക. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. തെസ്നിത സ്വാഗതം. ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ഒന്നും പേടിക്കാനില്ല. നമ്മൾ പറയില്ലേ മാലപ്പടക്കത്തിന് തീ കൊടുത്തു. ഓക്കെ, അപ്പൊ സുഖമായിട്ട് ഈ വൈശാലി സിനിമയിൽ ബാബു ആന്റണി ഇട്ട കോസ്റ്റ്യൂമാണോ? അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കോസ്റ്റ്യൂം എടുക്കാതെ വിചാരിച്ചത്. ചേട്ടാ, ഇന്റർനാഷണൽ ലെവലായിട്ട് ചിന്തിക്കുമ്പോ ബാബു ആന്റണിയുടെ കോസ്റ്റ്യൂം ഇന്ന് ഭയങ്കര ഹിറ്റാണ്. അതെ, കാരണം ബാബു ആന്റണി ഇപ്പൊ അങ്ങനെ ഹോളിവുഡിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ടെസ്നിയെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏത് ലെവലിലാണ് നിൽക്കുന്നത് ഇപ്പം? ടെസ്നിയെ കാണാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി, അതുകൊണ്ട് കണ്ണിൽ നീ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്ര ഉള്ളപ്പോഴാണ് കാണാൻ തുടങ്ങിയതാ. ഇത്ര ഉള്ളപ്പോ തന്നെ ടെസ്നി ഇത്ര. എന്തായാലും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കൂടുതലായിട്ട് അറിയാനുണ്ട്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ പ്രസാദേട്ടൻ ആൻഡ് തെസ്നിത. ഞാൻ പ്രസാദേട്ടനെ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. തെസ്നിത്തെ പിന്നെ ഞാൻ കണ്ട് 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 എന്റെ ഹൃദയത്തോട് ചേർത്ത് അപ്പൊ പ്രസാദേട്ട, അതായത് പ്രസാദേട്ടനെ ഇപ്പൊ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ എന്നാലും കുഞ്ഞുനാളിലെ ആ ഒരു പ്രസാദ് മോഹൻ ഉണ്ടാവുമല്ലോ, ഇത്ര ഉള്ള ഒരു പ്രസാദ് മോഹൻ സ്റ്റേജിൽ കയറി ആദ്യം അവതരിപ്പിച്ചത് ഏത് കലാരൂപമായിരുന്നു? അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചിരിക്കും. ഞാൻ ഡാൻസിനായിരുന്നു ആദ്യമായിട്ട് ചേർന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഡാൻസറാണോ താങ്കൾ? അതാണല്ലേ പക്ഷെ ഡാൻസ് ചെയ്തു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റേജ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഡാൻസറായി ഇങ്ങനെ വന്ന് പിന്നെ മിമിക്രി ആയി, പിന്നെ ഒരു ട്രൂപ്പില് ആസ്ഥാന കലാകാരനായി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാത്ര? അല്ല, അതിനുശേഷം പിന്നെ ഈ 5ലും 6ലും 7ലൊക്കെ പഠിക്കുമ്പോഴെല്ലാം സ്റ്റേജിൽ ചെറിയ ചെറിയ കോമഡികളൊക്കെ അവതരിപ്പിക്കും. പഴം കഴിക്കുക, തൊലി എഴുതുക, അവസാനം നടക്കുമ്പോൾ അതിൽ തെന്നി വീഴുക എന്നൊക്കെ പറയുന്ന ചാപ്ലൈൻ കോമഡികളൊക്കെ അതൊക്കെ ചെയ്യുമായിരുന്നു. ഒരു 9th എത്തിയതോടുകൂടിയാണ് സംഗതി സീരിയസ് ആയത്. മത്സരത്തിൽ പ്രൈസ് കിട്ടാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൽ ഇപ്പം ഡിസ്ട്രിക്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പ്രൈസ് കിട്ടി. അങ്ങനെ പുറത്തൊരു പ്രോഗ്രാം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് കാശ് കിട്ടുന്നു. അപ്പോഴാണ് ഇത് സംഗതി സീരിയസ് ആയത്. കേട്ടില്ല എന്നൊക്കെ തോന്നുന്നത്. അടിപൊളി. ശരി, തെസ്നിതയുടെ കാര്യങ്ങളിലേക്ക് വരട്ടെ. സ്റ്റേജിലൂടെയാണല്ലോ ചേച്ചിയുടെയും ഒരു തുടക്കം, സ്റ്റേജ് പെർഫോമൻസിലൂടെ. കുഞ്ഞിലെ ഫാദറിന്റെ കൂടെയാണല്ലോ മാജിക്കിലാണ് തുടക്കം കുറിച്ചത്. അത് എത്ര നാള് മാജിക് സ്റ്റേജ് പെർഫോമൻസ് നടത്തി? മാജിക് ഞാനൊരു 8th സ്റ്റാൻഡേർഡ് വരെ ഫാദറിന്റെ കൂടെ തന്നെ ആയിരുന്നു അസിസ്റ്റന്റ് ആയിട്ട് പോയി. പിന്നെ ഞങ്ങളെ ഹിപ്നോട്ടിസം ചെയ്ത് ഇങ്ങനെ പൊക്കാൻ പുള്ളിക്ക് പറ്റാണ്ടായി. ഞങ്ങൾ വെയിറ്റ് കൂടിയില്ലേ, വലിയ കുട്ടികളായില്ലേ, അപ്പം നിർത്തി. ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. 2 അനുഭവം ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കയറി വരാൻ പറഞ്ഞു. ഞാൻ ചാടി കയറി സ്റ്റേജിൽ കയറാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ അന്ന്. അപ്പോൾ ഒരു കവർ തന്നു, അതിനകത്തൊന്നുമില്ല. അവസാനം പുള്ളി പറഞ്ഞു, ഏറ്റവും മനസ്സിനകത്ത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആലോചിക്കാൻ പറഞ്ഞു. എന്നും ചിന്തിക്കുന്ന കാര്യമായിരിക്കണം. കുറേ പുള്ളി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ആലോചിച്ചു. എന്നിട്ട് അതിനകത്ത് കൈയിടാൻ പറഞ്ഞു. അപ്പം ഞാൻ കൈയിട്ടെടുത്തു. അപ്പൊ അത് കിട്ടി. ഒരു ബ്രേസർ ആയിരുന്നു. അത് ടെസ്നിയുടെ ഫാദർ എന്നെ പറ്റിച്ചതാണ് ആദ്യമായിട്ട്. ഒരു ചെറുപ്പക്കാരൻ വന്നത് എടുക്കുമ്പോ ഓഡിയൻസിൽ അന്ന് മുതൽ ഞാൻ കോളേജിന്റെ മഹാരാഷ്ട്രയിൽ ഇറങ്ങുമ്പോൾ എല്ലാരും പറയും നിന്റെ ആഗ്രഹം ഇതാണല്ലോ, നിന്റെ സ്വപ്നം. ഒരു ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ട്. ഹിപ്നോട്ടിസം ചെയ്യാനായിട്ട് പോയി. അത് ഞങ്ങള് ബോൾഗാട്ടി പാലസില് അവിടെ വള്ളംകളി മത്സരം നടക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ മഹാരാഷ്ട്രയിൽ പഠിക്കുന്നു. ഞങ്ങൾ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിൻസിപ്പളായ എന്റെ ജാടയായിരുന്നു. ഇതൊക്കെ കുത്താൻ തന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റേജിന്റെ ചാർജ് എനിക്കാ. സ്റ്റേജിൽ നിന്ന് ഓരോരുത്തർ. അപ്പം പുള്ളി നോക്കിയപ്പോൾ സ്റ്റേജിന്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നു. അപ്പം പഴയ ഓർമ്മയൊന്നും ഇല്ല. പറഞ്ഞു ഞാനൊന്ന് ഹിപ്നോട്ടിസ് ചെയ്യണ പോലെ ഒന്ന് ചെയ്യും, അപ്പം അഭിനയിക്കണം.
ഞാൻ പറഞ്ഞു അഭിനയിക്കാം എന്ന് പറഞ്ഞു. പുള്ളി 3 കസേര വെച്ച് തന്നു, കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് നടുക്കത്തെ കസേര അങ്ങ് മാറ്റി ചെയ്തില്ലേ? ഇല്ലില്ല, ആദ്യം സ്റ്റേജിന്റെ പുറകിൽ വെച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ കറക്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഷോൾഡറിന്റെ ബലത്തിലാണ് കിടക്കുന്നത്. പിന്നെ ഷോ തുടങ്ങി, എന്നെ വിളിച്ചു, ഞാൻ ചാടി കയറി അതുപോലെ ഹിപ്നോട്ടിസം ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ഇനി ഞാൻ ഇങ്ങനെ അഭിനയിച്ചു, കിടത്തി, കണ്ണടക്കാൻ പറഞ്ഞു, കണ്ണടച്ചു. കണ്ണടച്ചാണല്ലോ കിടക്കുന്നത്. പുള്ളി ഒരു കൊച്ചു കുട്ടീനെ മുകളിൽ കൊണ്ട് നിർത്തി. അത് ഞാൻ കണ്ടില്ല. അത് കണ്ടാൽ ഞാൻ പേടിക്കൂലേ? അപ്പൊ എല്ലാവരും കിടന്ന് വിളിക്കുന്നുണ്ട്, ഓഡിയൻസ് ഒക്കെ, പ്രസാദേ എന്നൊക്കെ, എന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി എന്നെ ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പഴുതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, ഒരു ഓർമ്മയില്ല. അഭിനയിക്കുക, ഭയങ്കര അഭിനയിച്ചു. എല്ലാം കഴിഞ്ഞ് കൈയിലേക്ക് വാങ്ങിച്ചു പോയി. എല്ലാം കഴിഞ്ഞ് ഭക്ഷണ സമയത്ത് ഞാൻ ചെന്നു ഫാദറിന്റെ അടുത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് എന്റെ അഭിനയം? ഏതഭിനയം? ഹിപ്നോട്ടിസം ചെയ്തപ്പോൾ ഞാൻ അഭിനയിച്ചു. ഞാൻ ഹിപ്നോട്ടിസം ചെയ്തതല്ലോ ശരിക്കും. മൈൻഡ് ചെയ്യണില്ല എന്നെ. ഞാൻ ആരായി? ശശിയായി. അപ്പൊ അതുപോലെ ഞങ്ങളെയും ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഇതേപോലെ വാളിൽ കിടത്തും, വായുവിൽ കിടത്തും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അന്നൊക്കെ അസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് പുള്ളി തന്നെയാണ് ഞങ്ങള് പൊക്കിയെടുത്ത് കുട്ടികളല്ലേ ചെയ്യുന്നത്. അപ്പൊ പിന്നെ വലുതായതിന്റെ ശേഷം അത് വെയിറ്റ് കൂടിയപ്പം പിന്നെ 1 man ഷോ ആയിട്ട് സ്റ്റേജുകൾ. അപ്പൊ ഞാൻ നിർത്തി, മാജിക് നിർത്തി. ഞങ്ങള് ഫാമിലി പോണത് നിർത്തി. പിന്നെ ആ ചെറുപ്പം മുതലേ സ്കൂളിൽ, അതായത് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഈ ഡാൻസിനൊക്കെ ചേരും. ഡാൻസ് ഒക്കെ അങ്ങനെ സ്റ്റേജ് കയറിയിട്ടുണ്ട് കുറെ. അതുപോലെ കലാഭവന്റെ ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ മിമിക്സ് ഞങ്ങൾ 3 പേരും, ജയറാമും സൈനുദ്ദീനും കൂടെ ആയിരുന്നു. അല്ല, ജയറാമേട്ടൻ, സൈനുദ്ദീൻ, റഹ്മാൻ, നാരായണൻകുട്ടി, നമ്മുടെ കലാഭവൻ റഹ്മാൻ. അപ്പൊ ഇവരാണ് ഡാൻസ് പെൺകുട്ടികൾ. നമുക്ക് ടൈം പാസ് ഇവരായിരുന്നു. അതെ, ആ സമയത്ത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അധികം വരാത്തൊരു മേഖലയും കൂടി ആയിരുന്നല്ലോ അവിടെ. തസ്നി ഖാൻ ഒരു ഖാൻ തന്നെയായിരുന്നു അല്ലേ? ഞങ്ങൾ പറയാറുള്ളതാണ്, ഹിന്ദിയിൽ ഷാരൂഖ് ഖാൻ, തമിഴിലാണെങ്കിൽ മൻസൂർ അലി ഖാൻ, മലയാളത്തിൽ തസ്നി ഖാൻ. നമ്മുടെ മലയാളികൾക്ക് ആകെ ഉള്ള ഒരു ഖാനാണ് തസ്നി ഖാൻ. ഈ ആബേലച്ചനെ കുറിച്ചിട്ട് പറയൂ, നിങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടോ അല്ലേ? ഞങ്ങൾ വേൾഡ് ടൂർ പോയല്ലോ. അതെ അതെ, വേൾഡ് ടൂറിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്ന സമയത്ത് അച്ഛൻ, അന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല അച്ഛൻ്റെ ഐഡിയ എന്താന്ന്. ഈ ടെസ്നി ഖാൻ ആരുടെ കൂടെ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വാ. അപ്പം ബോംബെന്ന് പുറപ്പെട്ടു. അപ്പം നമ്മൾ ദുബായിക്ക് പോന്നു, മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയും, ഇത് കലാഭവൻ പ്രചോദന്റെ അടുത്ത് ഇരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും സ്വിറ്റ്സർലൻഡിൽ പോകുന്നു. ഇപ്പം ടെസ്നി എവിടെ ഇരിക്കുന്നതെന്ന് നോക്കി. അപ്പം ഞാൻ പറയും, ഇപ്പം ഷാജോന്റെ അടുത്ത് ഇരിക്കുന്ന. ഇപ്പം പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും. ടെസ്റ്റിയും 4 പ്രാവശ്യവും 4 പേരുടെ അടുത്ത് ഇരിക്കുന്നത്. അപ്പൊ അച്ഛൻ പറയും, അത് കുഴപ്പമില്ല, സ്ഥിരം ഒരാളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ അതായത് അച്ഛൻ ആ ഒരു ടെസ്റ്റ്, കല്യാണം, ഇഷ്ടം, അതൊക്കെ സ്ഥിരം ഒരാളുടെ അടുത്താണെങ്കിൽ അച്ഛൻ പ്രശ്നമാവും. ടെസ്നി ഖാൻ ഇങ്ങ് പോരെ പറയും. സീരിയസ് ആണോ ആള് പൊതുവെ? സീരിയസ് അല്ല, സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന. സീരിയസ് ആയിട്ട് കോമഡി പറയും. കൗണ്ടർ ഭയങ്കരമായിട്ട് പറയും. പക്ഷെ നമുക്ക് കാണുമ്പോ തോന്നും ഒരു സീരിയസ് കക്ഷിയാണെന്ന് അല്ലേ? അങ്ങനത്തെ. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ അവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ കുറിച്ച് വരുമ്പോൾ ഒരു കാര്യം പറയാൻ മനസ്സിലൊരു ഓർമ്മ വരുമല്ലോ. അങ്ങനെ എന്താ, ആദ്യം അബീക്കയെ കുറിച്ചിട്ട് പറയാൻ. അബീക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മേ, അബീക്കയെ കണ്ട കാലം തൊട്ട് നമ്മൾ വിചാരിച്ചത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ അബീക്കയായിരിക്കുന്ന അത്രയും കഴിവാണ്. ഭാവനയിൽ സ്വന്തമായിട്ട് കുറെ കലകൾ കൊണ്ടുവന്ന ഒരാളാണ്. എല്ലാവരും പലതും കടം മേടിച്ചില്ലേ പറയുന്നത്. പുള്ളിയുടെ പ്രൊഡക്റ്റിന് ഒരുപാടുണ്ട്. ഒരു സിനിമ നടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം, നടി എന്നൊക്കെ പറഞ്ഞ ഗ്ലാമർ ആണല്ലോ പണ്ടത്തെ സങ്കല്പം. അതിന്റെ ഒരു ഉദാഹരണമാണ് അബീക്ക. പക്ഷെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ ഭാഗ്യമാണ്, തലയിലെഴുത്താണ്. എത്ര സൗന്ദര്യം ഉണ്ടായാലും, എത്ര കഴിവുണ്ടായാലും ദൈവം ഒരു ഭാഗ്യം വെച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനിൽ വരാന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അപ്പം അത് കുറച്ച് പുള്ളിക്ക് ഭാഗ്യം കുറച്ച് എവിടെയോ ചെറിയൊരു ഇത് വന്നു. അത് മാത്രമാണ്. പക്ഷെ എന്നാലും അബീക്ക എന്ന് പറഞ്ഞ എല്ലാ മിമിക്രിക്കാർക്കും ഇപ്പോഴും അവരെല്ലാവരും ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. ശരി, ഇനി നമുക്ക് മണിച്ചേട്ടനെ കുറിച്ചിട്ടുള്ള ഓർമ്മ എന്താണ്? മണി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, മണി ആദ്യമായിട്ട് കലാഭവനിലേക്ക് ഇന്റർവ്യൂവിന് 6ാം നമ്പർ മുറിയിലോട്ട് കടന്നു വരുന്നത് ഒരു കാക്കി ഷർട്ട് ഇട്ട് കൊണ്ടുവരും. അവിടെ വന്ന് പ്രോഗ്രാം പെർഫോം ചെയ്യുന്നത്. പുള്ളിയുടെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പുള്ളി ഇങ്ങനെ എലിയാവുന്നത്, ആവുന്നത്, ഇങ്ങനെ ആവുന്നത്, പിന്നെ പ്രാസം, ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം കേൾക്കുന്നു. പുള്ളിനെ ഫിക്സ് ചെയ്യുന്നു. പുള്ളിയെ ഫിക്സ് ചെയ്ത് 2 ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ കാസറ്റ് എടുത്തു, കലാഭവൻ കോമഡി എന്ന് പറഞ്ഞു. അതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ക്യാമറ അഭിമുഖീകരിച്ചത്. പിന്നെ അതിന്റെ അടുത്തൊരു കാസറ്റ് വന്നപ്പോഴാണ് നമ്മൾ ടൈറ്റിൽ വരെ ഇട്ട് കൊടുത്തു, ഞാൻ കലാഭവൻ മണി എന്നുള്ള. അതാണ് മണിയെ കുറിച്ചുള്ള. പിന്നെ മണി സിനിമയിലോട്ട് പോയി കുറെ കഴിഞ്ഞപ്പം എനിക്ക് ടച്ചൊക്കെ വിട്ടുപോയി സത്യം പറഞ്ഞു. പിന്നെ
ലാസ്റ്റ് ദിവസം മണിയെ കണ്ടു. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ഇവിടെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആലോചിക്കുന്ന കാര്യം, മണിയെ മരിച്ചു. മണിയെ കാണാനായിട്ട് ഞങ്ങൾ പോയി. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്ത് ചെന്നു. അപ്പോൾ ലക്ഷങ്ങളാണ് ജനം. പക്ഷെ എന്നെ മാത്രം ആരോ ഒരാൾ പിടിച്ച അകത്ത്, കലാഭവൻ എന്ന് പറഞ്ഞ് വിളിച്ച് എന്നെ അകത്ത് കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു 10-15 പേരുണ്ട്, പോലീസും മറ്റേ MP MLA മാരും. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചെവി ചോദിച്ചു, മണിച്ചേട്ടനെ കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ടങ്ങ് പോയി. അകത്തൊരു റൂമിൽ ചെന്നപ്പോൾ അവിടെ പുള്ളി മാത്രം കിടക്കുന്നു, കൂടെ ഞാനും. ഒരു മനുഷ്യനും ഇല്ല. ഒരാൾ വന്ന് പറഞ്ഞാൽ കാലൊന്ന് പൊക്കി തരുമോന്ന് ചോദിച്ചു കുട്ടിക്കെട്ടാൻ. അപ്പം ഞാനത് പൊക്കി കൊടുത്തു, കെട്ടി, കയ്യിലും തൊട്ടു. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചു, മണിയെ ആദ്യം കണ്ട കലാഭവനിലെ റൂമിലും ഞങ്ങളൊരു കുറേ നേരം ഒരുമിച്ചുണ്ടായിരുന്നു. അവസാന ദിവസവും വേറെ ലോകത്ത് ഒരാൾക്കും ഉണ്ടാവില്ല അതേപോലെ. കാരണം ബാക്കിയെല്ലാം ജനലക്ഷങ്ങളുടെ ഇടയിലാണ് മണി വന്നിരിക്കുന്നത്, സ്വന്തം വീട്ടുകാർക്ക് പോലും. പക്ഷെ ഞാൻ അവിടെ കുറേ നേരം ഒരു 5-10 മിനിറ്റ് ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നു. പുറത്തോട്ട് പോയപ്പോൾ പിന്നെ പിടിവിട്ടു പോയി, എത്രയും തിരക്കായിരുന്നു. അപ്പോൾ ആ തുടക്കവും കലാഭവനിൽ വന്നപ്പോൾ അവസാനവും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കുട്ട വിളി ഉയരുമ്പോ ഉപ്പു പുളി ചേർത്ത് കുഴച്ച് തൊട്ടു നുണഞ്ഞു ചിരിച്ച. ഇനി നമുക്ക് നാദൃഷിക്കയെ കുറിച്ച് നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇവര് റേറ്റിംഗ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകും. പക്ഷെ റേറ്റിംഗ് കുറ്റം പറഞ്ഞില്ലല്ലോ. ഈ നാദൃഷിക്ക അതായത് ഉഴപ്പനായിരുന്നോ? ഉഴപ്പ്, വായനോട്ടം അതൊക്കെ ഉണ്ട്. അന്ന് എന്നൊക്കെ പണ്ട് വായന രശ്മിഖാനെ വായ നോക്കിയിട്ടുണ്ട്. ഇവർക്കേ കൃത്യം പറയാൻ പറ്റുള്ളൂ. ഞങ്ങള് പണ്ട് മിമിക്രി, ഞാൻ പറഞ്ഞില്ലേ പ്രസാദേട്ടൻ പറഞ്ഞല്ലോ വീഡിയോ കാസറ്റ്. പ്രസാദേട്ടനാണ് വീഡിയോ കാസറ്റ്, അതായത് ആ ഒരു വീഡിയോ കാസറ്റ് ആദ്യമായിട്ട് ഇവരെയൊക്കെ മുഖം കാണിപ്പിക്കുന്നത് പ്രസാദേട്ടൻ. അതായത് ദിലീപേട്ടൻ, നാദിർഷ, അശോകേട്ടൻ, എല്ലാവരെയും ഇവരുടെ കൂടെ ഞാനുണ്ടല്ലോ. അന്ന് ഞാൻ മാത്രല്ലേ ഉള്ളൂ. എത്ര ഭംഗിയില്ലെങ്കിലും എത്ര ഭംഗി ഉണ്ടായാലും ഒരാള് നോക്കി പോകും. പിന്നെ ഗ്ലാമറുള്ള കാണുമ്പോഴല്ലേ ബോധം അങ്ങനെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതാവുന്നത്. അത് ശരി. തസ്നിത്തേണ ഉമ്മയെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? എത്ര എപ്പിസോഡാ? 1, 2 രണ്ടിലൊതുക്കാൻ പറ്റില്ല എന്നറിയാം ഉമ്മയുടെ കാര്യങ്ങള്. എന്നാലും ഉമ്മ ഒരു ഭയങ്കര സ്റ്റാർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതെ, അല്ല അന്ന് ഉമ്മ എപ്പോഴും പ്രോഗ്രാമിന് കൂടെ ഉണ്ടാവുമല്ലോ. ഞങ്ങള് വേൾഡ് ടൂറിന് പുറപ്പെട്ടതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടാ. കാരണം ഈ വിസ പോലും ഇല്ലാതെയാണ് കലാഭവൻ പുറപ്പെടുന്നത്. വിസ അടിച്ചിട്ടില്ല. കാരണം അന്ന് പോയില്ലെങ്കിൽ പറ്റില്ല, പിറ്റേ ദിവസം സ്വിറ്റ്സർലൻഡ് പോരാൻ നടത്തണം. എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് 9:30 മണിക്ക് അറിയുന്നത് ഷെങ്കൻ വിസ അടിച്ചു എന്ന് എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ കൈയടിച്ചു. ഇവരൊക്കെ ഓടി വന്നു. കാരണം എയർപോർട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ വിസ അടിച്ചു. അല്ലോ, വിസ അടിക്കാത്തതാണ് നിങ്ങൾ പോണ പ്രസാദേട്ട. എല്ലാവരുടെ പേര് മാറ്റി പറയും. അതുണ്ട്. പ്രസാദേട്ടന്റെ പേരൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? അല്ലെ, പ്രസാദിനോട് ഇപ്പം പറയുന്നുണ്ട്, എന്താണ് പ്രസാദേ അവള് പറയുന്നത് വല്ല പൊട്ടത്തരാന്നൊക്കെ നോക്കണം. പിന്നെ പ്രസാദ് കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ആയതാണെന്ന് പറയും. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പോ അപ്പൊ മമ്മിന്റെ അർത്ഥത്തിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമസ് ആണ് പറയണത്. ടൈനി ടോമും കുക്കുംബറും കൂടെ വന്നിരുന്നു. കുക്കുംബർ എല്ലാവർക്കും പുള്ളിക്കാരിക്ക് വേറെ പേരുണ്ട്. ടൈനി ടോം ആൻഡ് കുക്കുംബർ. പിഷാരടിനെ ഇപ്പോഴും വിളിക്കുന്ന ശങ്കരാടി. അയ്യോ, പക്ഷെ എനിക്ക് തോന്നുന്നു ആർക്കും അതൊരു എന്താ ഞങ്ങളുടെ പേര് മാറ്റി വിളിച്ചു എന്ന് പറഞ്ഞ ഒരു സങ്കടം അങ്ങനെയൊന്നുമല്ല. എല്ലാവരും എൻജോയ് ചെയ്യും. അത് എന്റെ അമ്മയും വിളിക്കണം അങ്ങനെ ശങ്കരാടി. നമുക്കിനി എന്തായാലും കുറച്ചു നേരം സംസാരിച്ചു ഇരുന്ന് നമ്മള് വിശേഷങ്ങൾ പറഞ്ഞു. ഇനി നമുക്കൊരു ഗെയിം കളിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും നോക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെ ആ സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമയൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. എന്ത് ഗെയിമാണെന്ന് ഞാൻ പറയാം. കുറച്ച് പ്രോപ്പർട്ടീസ് വരാനുണ്ട്, അത് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ കളർഫുൾ ഗെയിം കളിക്കാനായിട്ട് നല്ല കിടിലൻ ഗസ്റ്റുകളായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതായത് ഗ്ലാസസ് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു പിരമിഡ് ആ ഒരു ഷേപ്പ് നിങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ കണ്ണ് കെട്ടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. കണ്ണ് കെട്ടിയിട്ടാ? എനിക്ക് ഞാനോ? അതുകൊണ്ട് തസ്നി പ്രസാദേട്ടൻ നമ്മളെപ്പോഴും പ്രസാദേട്ടന് ഞങ്ങളുടെ മൂത്താപ്പയാണ്. മൂത്താപ്പ എന്നെ ആദ്യം കളിക്കും. Ready, 1, 2, 3, music. ഇപ്പൊ എന്റെ ഫാദർ മാജിക് ചെയ്യുന്ന പോലെയാ. 4, 3, 2, 1 എന്ന രീതിയിൽ അടുക്കിയാൽ കറക്റ്റ് ആയിരിക്കും.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. രണ്ടാമത്തെ ലെയർ ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രസാദേട്ടൻ. സൂപ്പർ 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 സൂപ്പർ, വെരി ഗുഡ് വെരി ഗുഡ്. ആ കൊള്ളാല സംഭവം. അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാം. 4-3 കഴിഞ്ഞു. ഇനി 2. പ്രസാദേട്ടൻ കലക്കി 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 കലക്കി. ഇനി ഒരൊറ്റ എണ്ണം, ഒരു ലെയറും കൂടി വച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ആയില്ലേ? 1 മിനിറ്റ് ആവണു. ഇനി ഒരെണ്ണം കൂടി വെച്ചാൽ മതി പ്രസാദേട്ടൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. വളരെ ശ്രദ്ധിച്ച് 10 സെക്കൻഡും കൂടി ഉണ്ട്. അയ്യോ അയ്യോ മറക്കല്ലേ. നശിച്ചു നശിച്ചു. അയ്യോ എടുത്തോ എടുത്തോ എടുത്തോ. അയ്യോ ഏകദേശം ഒപ്പിച്ചല്ലേ? അതായത് ലാസ്റ്റ്. അല്ല, അവസാനം നിങ്ങൾ ടെൻഷൻ അടിപ്പിച്ചു തന്നെ. അതുകൊണ്ടാണല്ലേ. രണ്ടിനും ടെൻഷൻ അടിപ്പിച്ചു. ശരി, അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം കളിച്ച് ഇങ്ങനെ നമ്മൾ വിജയശ്രീ ലാളിതനായി നിൽക്കുവോ, എന്താ സംഭവിക്കാതെ ഇനി തസ്ലീതെ കൂടി കളിച്ചാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. റെഡി? ആയില്ല, ആക്രാന്തം. റെഡി? 1 2 3 മ്യൂസിക്. ആദ്യത്തെ അയ്യോ 4 വേണോ? 4 വേണം. ഓക്കെ, 4 ആയിരിക്കാണ്. ഇനി അടുത്തത്, അടുത്ത ലെയർ. അയ്യോ അടുത്ത ലെയർ വെച്ചോണ്ടിരിക്കുകയാണ്. മിടുക്കിയായിട്ട് തന്നെയാണ് വെച്ചോണ്ടിരിക്കുന്നത്, മറക്കരുത്. ഓക്കെ ആയോ? ഓക്കെ ആയില്ല. ഒരെണ്ണം കൂടി വെക്കണം. 3 ആക്കണം. അല്ല, ഇതിപ്പോ അങ്ങനെ വെച്ചില്ലേ? ഇനി ഇതും കൂടി വെക്കണം അതേ ലെയറിൽ തന്നെ. അല്ല, അതേ ലെയറിൽ തന്നെ ഒരെണ്ണം കൂടി വെക്കണം. ഓക്കെ, അവിടെ ഒരെണ്ണം വെച്ചോ. അത് കറക്റ്റ്. ഇല്ല, അവിടെ വെച്ചോ. ഇനി ഇത് എടുത്ത് ഇപ്പുറത്ത് വെക്കാം. അവിടെ. ഇനി ഇതും കൂടി എടുത്ത് ഇവിടെ വെക്കണം. സൂപ്പർ സൂപ്പർ. അങ്ങനെ 3 വെച്ചിരിക്കുകയാണ്. ഇനി 2 കഴിഞ്ഞു. വെച്ചോ വെച്ചോ. സാധാരണ തന്നെയല്ലേ പറഞ്ഞ സിൻസിയർ ആയിട്ട് കളിക്കണം. സിൻസിയർ ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കുട്ടി. പോയി, എല്ലാം പോയി. അയ്യോ എവിടെ? അതന്നെ എവിടെ? വെച്ചോളൂ. ഇത്രയും ഡയറക്ഷനൊന്നും എനിക്ക് തന്നില്ല സ്വാസിക. ഞാൻ തന്നു. മറിച്ചു. അത് മറിച്ചു. അയ്യോ എല്ലാം പോയി. താഴേക്ക് ഇറങ്ങിപ്പോയി. പോയോ? ഒന്നുകൂടെ വെച്ചോ. രണ്ടാമത്തെ ലെയർ. രണ്ടാമത്തെ അവിടെ വെച്ചു. ഇതേ പോയി. 2 കൂടി ഇതേ ലെയറിൽ തന്നെ വെക്കണം. ഇനി ഒരെണ്ണം കൂടി വെക്കാം. വെച്ചോ. ഇനിയുണ്ടോ? ഇനിയും വെക്കണം. ഇനി എവിടെ വെക്കണം? 5 സെക്കൻഡും കൂടി ഉള്ളൂ. ഇനി 5 സെക്കൻഡും കൂടി. ഇനി ഈ മുകളില് അടുത്തത് 5 സെക്കൻഡും കൂടി ഉള്ളൂ. കൂടുതൽ സമയമുണ്ടോ? ഇല്ല, കഴിഞ്ഞു. റെഡി? 1 2 3 ടൈം ഔട്ട്. ഞാൻ കൈയടിച്ച് എന്തിനാന്നറിയോ? തോറ്റുപോയതിനാ. ഇത്രയല്ലേ? ഇത്ര ഞാനുമായി. അതെ, ഞാൻ ഇതിന്റെ അതെ, ഇതിനേക്കാളും മുകളിലായി ടെസ്നിത്തയുടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ അത് പിന്നെയും വയ്ക്കേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് അതായത് ഈ ഗെയിമിൽ ജയിച്ചതാര് തോറ്റതാര് എന്ന് പറയാൻ പോകുന്ന നിമിഷമാണ്. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾ 2 പേരും ഇങ്ങനെ കളിച്ച് ഒരു ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെ എത്തി. ചേട്ടൻ ഇനി ഒരെണ്ണം വെക്കാനുള്ള സമയത്താണ് എല്ലാം കൂടി ചടപടെന്ന് പോയത്. ചേച്ചി ലാസ്റ്റത്തെ വെക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും എല്ലാം താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ 2 പേരും ഡ്രോ ആയിട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുവാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. 2 പേരും ഈക്വലി തോറ്റു ജയിച്ചു. അതുകൊണ്ട് 2 പേർക്കും പണിഷ്മെന്റ്സ് ഉണ്ട്. പറഞ്ഞു. അത് ധാരാളം കിട്ടിയിട്ടുള്ളതാ കലാപോലും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയേണ്ടത്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ് ഈ പണിഷ്മെന്റ്. നവരസങ്ങള് കാണിക്കാം. നമ്മളോ? സിമ്പിൾ അല്ലേ? നിങ്ങൾ ഇത്രയും എപ്പോഴും കാണിക്കുന്നതാണ്. അതല്ല, അത് പണിഷ്മെന്റ് ആർക്കാ? ഞങ്ങൾക്കാണോ ഓഡിയൻസിനാണോ? അത് ഓഡിയൻസിന് പണിഷ്മെന്റ് ആയിരിക്കും. നിങ്ങൾ സൂപ്പർ അഭിനേതാക്കളല്ലേ? ഓഡിയൻസിനായിരിക്കും. പലരും എന്നോട് ചോദിക്കാറുണ്ട് സിനിമയിൽ എന്താ അഭിനയിക്കാത്തതെന്നൊക്കെ. അവർക്കൊക്കെ ഒരു നല്ല ഉത്തരം കിട്ടുന്നു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ബേസിക് ആയിട്ടുള്ള നവരസം, അതായത് ഹാസ്യം, ഭയാനകം, മുഖത്തോട്ട് നോക്കിയാൽ മതി. അത്ഭുതം, അടിപൊളി. ഇനി രൗദ്രം. രൗദ്രം. ഇനി ഭീവത്സം. അതന്നെ.
ഇനി 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 ശൃംഗാരം, തസ്രിത ശൃംഗാരം. ഇനി കരുണം. അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാനതല്ല, ആ ഓഡിയൻസ് ഇത് കാണുന്ന ഓഡിയൻസിന്റെ അവസ്ഥ ഓർത്തിട്ട് അവരോടുള്ള കരുണമാണ്. ചേച്ചി അത്ഭുതം. ഈ ഇതൊക്കെ നിങ്ങൾ കാണിച്ചപ്പോ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ, അതായത് എന്റെ വേറെ മനസ്സിൽ വേറെ കുറെ രസങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് ചോദിക്കും. അതിന്റെ അതേപോലെ തന്നെ ചെയ്യണേ. ആദ്യം തെസ്നിത്ത. ആക്രാന്തം. മുമ്പിൽ കുറെ ബിരിയാണി ഇരിക്കുന്നു. നല്ല മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി. പ്രസാദേട്ടന്റെ അടുത്താണ്. പ്രസാദേട്ടന്റെ അടുത്ത് വെറുപ്പ്. വെറുത്തു പോയി പ്രസാദേട്ട. കണ്ട് നമ്മള് വെറുത്തു പോയി. വെറുതെ നോക്കിയാ മതി. ഓക്കെ, ഇനി തസ്നിത ചമ്മല്. ചമ്മല് ചമ്മല്. ശരി, പ്ലിങ്. അതന്നെ.